കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അലുവ മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇവിടെ അലുവ ആയല്ലോ, ഇനി എന്താണ് മേക്കിംഗ് എന്ന്. പക്ഷേ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം, ഇവിടം വരെ എടുത്തതിന് ശേഷമാണ് ഞാൻ കരുതിയത് എന്തുകൊണ്ടൊരു വീഡിയോ എടുത്തുകൂടാന്ന്. എന്നാലും ആ ദുഃഖമെല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് ഞാൻ ഇവിടം വരെ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു തരാം. ഇതിനായിട്ട് ഞങ്ങൾ 3 കിലോ അരിപ്പൊടിയും 9 കിലോ ശർക്കരയും 6 തേങ്ങയുടെ തേങ്ങാപ്പാലും കൂടെ അരിച്ചെടുത്തിട്ട് അത് നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അതിൽ 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിത് കലക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ പാകം അനുസരിച്ച് നമ്മൾ അത് കുറുകുന്നതനുസരിച്ച് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ പാകത്തിനാണ് വെള്ളം ഒഴിക്കുന്നത്, അതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. അതിന് മുമ്പ് ഞങ്ങൾ ചൗരിയും ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇതെല്ലാം ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. പാകത്തിനനുസരിച്ച് നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെതാ ഞാനിവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കത് പൊക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല, എന്നാലും വേലകളിലെ എന്നുള്ള പേര് വരാതിരിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന സാരഥികൾ ആരാന്ന് വെച്ചാൽ നമ്മുടെ അയൽക്കാരനും ചേട്ടനുമായ ബെൻസിലാൽ ചേട്ടൻ, നമ്മുടെ സ്വന്തം സല്ല ചേച്ചി, ഉമ ചേച്ചി, പിന്നെ നിങ്ങളുടെ സ്വന്തം ശ്രീകുട്ടിയുമാണ് ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ തളർന്നതിന് ശേഷം സല്ല ചേച്ചി എൻ്റെ ആയുധം മേടിച്ചിളക്കുന്നുണ്ട്. ഒപ്പം ബെൻസിലാൽ ചേട്ടനും ആ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഇളക്കി അതിലോട്ട് ഇടുന്നുണ്ട്. നമ്മൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ അലുവ വായി വെച്ച് തിന്നുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇത് ഉണ്ടാക്കുക എന്നത് എന്ന നഗ്നസത്യം ഞാൻ ഇന്നാണ് തിരിച്ചറിഞ്ഞത്. വളരെ പ്രയാസമാണ്. കാര്യം ഞങ്ങളിതൊരു 10 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. 12 മണി കഴിഞ്ഞപ്പോഴാണ് ഇത് ഒന്ന് സെറ്റായി നമുക്ക് വായിലോട്ട് വെക്കാൻ പാകത്തിൽ വന്നത്. അതിൻ്റെ ഇടയ്ക്ക് നെയ്യ് ചേർത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. സല്ല ചേച്ചിയും ക്ഷീണിതയായി മാറിയപ്പോൾ വീണ്ടും ബെൻസിലാൽ ചേട്ടൻ മേടിച്ചു. അപ്പോൾ വീണ്ടും ഉമ്മച്ചേച്ചി കൊണ്ടുവന്ന് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഉമ്മച്ചേച്ചിയും പോയി നെയ്യിൽ നമ്മുടെ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. 1/2 കിലോ അണ്ടിപ്പരിപ്പാണ്. അത് നമ്മളിങ്ങനെ ചേർത്തോണ്ടേ ഇരിക്കുന്നു. പക്ഷേ നിങ്ങൾ അപ്പോഴും ശ്രദ്ധിക്കണം, ബെൻസിലാൽ ചേട്ടൻ ആ ചട്ടകത്തുനിന്ന് കൈയെടുത്തിട്ടില്ല. ആ ചട്ടകം ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ ചട്ടകത്തുനിന്ന് കൈയെടുക്കരുത്, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ തീയും വേണം, തീയും കെട്ടുപോകരുത്. നമ്മളങ്ങനെ 1/2 കിലോ അണ്ടിപ്പരിപ്പും അതിലോട്ട് ഇടാൻ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഞങ്ങളിവിടെ എന്തിനാണ് നിൽക്കുന്നത്, 2 തിന്നാൻ തരുമെന്ന്. അങ്ങനെ ഉമ്മച്ചേച്ചി എൻ്റെ അഭ്യർത്ഥന പ്രകാരം തിന്നാൻ തന്നു. ഞാനത് തിന്നോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അത് സല്ല ചേച്ചിക്കും കൊടുത്തു. പക്ഷേ ബെൻസിലാൽ ചേട്ടൻ ഇപ്പോഴും ജോലിയിൽ ആത്മാർത്ഥത കാരണം ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് സല്ല ചേച്ചിയും പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ചേച്ചി, വേറൊരു ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും സൈഡിലോട്ട് മാറിക്കളഞ്ഞു. എന്നിട്ട് വീണ്ടും ഞാൻ പോയി എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ബെൻസിലാൽ ചേട്ടൻ ആത്മാർത്ഥതയോടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും 2 ചേച്ചിമാർ കല്യാണം പറഞ്ഞു വന്നു. അപ്പോൾ അവർ വീഡിയോ എടുക്കുകയാണോ എന്തുവാ ചെയ്യുന്നതെന്ന് നോക്കി. അപ്പോഴത്തേക്കും വീണ്ടും ഞാൻ ആയുധം മേടിച്ചു, അല്ലെങ്കിൽ അവരെന്ത് കരുതും. അപ്പോഴത്തേക്ക് ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നീങ്ങുന്നേ ഇല്ലായിരുന്നു. ഞാൻ ആദ്യം എടുത്ത പോലെയല്ല, അത് എന്നെക്കൊണ്ട് പറ്റുന്നേ ഇല്ലായിരുന്നു. പക്ഷെ തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ, നമ്മളാരാ മോള്. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരാരും പിടിച്ചു വാങ്ങുന്നില്ല. എൻ്റെ ദയനീയ അവസ്ഥ കണ്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ വീണ്ടും കള്ളപ്പണിയുമായിട്ട് നമ്മുടെ ഏലക്ക പൊടിക്കാൻ പോകാമെന്നും പറഞ്ഞ് പോയി. ഇതൊക്കെയാണല്ലോ മുങ്ങാൻ പറ്റുന്നൊരവസരം. അങ്ങനെ ഞങ്ങൾ പോയി ഏലക്ക എടുത്ത് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടത്. ഏലക്ക പൊടിയുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടിച്ചെടുപ്പോഴത്തേക്കും കുറച്ചുകൂടെ പൊടിയണമല്ലോ. അപ്പോൾ വീണ്ടും നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു. ഇപ്പോൾ പാകമായി. നമ്മൾ കൊണ്ടുവന്നതാണ് നമ്മുടെ കിട്ടുന്നോ ഇല്ല പറയാൻ വേണ്ടി നമ്മുടെ ചട്ടിയിലോട്ട്, ചെമ്പിലോട്ട്, വാർപ്പിലോട്ട്, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൂരിപ്പിച്ചെടുക്കാം. വാർപ്പിലോട്ട് ഇട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കൽ 10 മണി തൊട്ട് 12 മണി വരെയും ഇളക്കൽ. ഇത് തന്നെയാണ് ദൈവമേ, ഇത് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല വെയിൽ, നിങ്ങൾക്ക് ആ വെയിൽ കണ്ടാൽ അറിയാം. വെയിലും പുകയും ഒരു രക്ഷയുമില്ലായിരുന്നു. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ആ ഏലക്കയൊക്കെ ഇടുന്നുണ്ട്. നേരത്തെ കുറച്ചേ ഇട്ടുള്ളൂ. പിന്നെ നമ്മൾ പാകം നോക്കാൻ വേണ്ടി ഒരു ഇല കൊണ്ടുവന്ന് നോക്കി. അപ്പോൾ ഇലയിലേക്ക് അത് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അലുവ പാകമായില്ല എന്നാണ് അർത്ഥമെന്നാണ് വിദഗ്ധനായ ബെൻസിലാൽ ചേട്ടനും ഉമ്മച്ചേച്ചിയും പറഞ്ഞത്. അപ്പോൾ ആ ചട്ടകത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ചെറിയ ചട്ടകം, അതിൻ്റെ കുഞ്ഞായ ചെറിയ ചട്ടകം കൊണ്ട് ഇളക്കി തറയിലേക്ക് ഇടുന്നുണ്ട്. സോറി, തറയിലേക്കല്ല, നമ്മുടെ അടുപ്പിലേക്കുമല്ല, നമ്മുടെ അണ്ടാവിലേക്ക് ഇടുന്നുണ്ട്. അണ്ടാവ്. വീണ്ടും ഉമ്മച്ചേച്ചി അതിലേക്ക് മേടിച്ചിട്ടുണ്ട്. പാവത്തിന് പെടലി വേദനയ്ക്ക് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും ആ നല്ലവളായ ഉമ്മച്ചേച്ചി ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ കൊതി കണ്ട് അത് മനസ്സിലാക്കിയ ബെൻസിലാൽ ചേട്ടൻ പാകം നോക്കാൻ വേണ്ടി തന്നു. ഞാൻ നല്ല സൂപ്പറെന്ന് പറഞ്ഞു. പക്ഷേ ഫ്രണ്ട്സ്, എൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാര്യം എൻ്റെ കൈയും വായും നാക്കും എല്ലാം പൊള്ളിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ
അലുവ ഏകദേശം ഇങ്ങനെ കുറുകി കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നേരത്തെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ എന്തുമാത്രം ഉണ്ടായിരുന്നതാണ്. നമ്മൾ ഇളക്കി 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 ഈ പരുവമായി. ഇപ്പോൾ ഒരു കുഴമ്പ് പോലെ ചട്ടിയുടെ അടി പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ദാ ഉമ്മ ചേച്ചി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഉമ്മ ചേച്ചി ദാ ഒരു ഇല കൊണ്ടുവന്ന് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ ദാ സുഹൃത്തുക്കളെ, നമ്മുടെ അലുവ സക്സസ് ആയിരിക്കുന്നു. സ്റ്റിക്ക് ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ അലുവ പാകമായി എന്നാണ്. പാകമായി എന്ന് അറിയിക്കാൻ വേണ്ടി അലുവ തരുന്ന വേറൊരു സിഗ്നലാണ് നമ്മുടെ എണ്ണയും നെയ്യും തിളച്ച് ദാ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പൊങ്ങി വരുന്നത്. അതാണ് പാകത്തിൻ്റെ വേറൊരു മുന്നറിയിപ്പ്. ഇപ്പോൾ അത് പാകമായെന്ന് നമ്മുടെ വിദഗ്ധൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഓരോ വിറക് കഷ്ണവും തീയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് കരിഞ്ഞു. ഇതാണ് നമ്മുടെ സെറ്റിംഗ് പാത്രം. ഈ സെറ്റിംഗ് പാത്രത്തിലേക്ക് നമ്മൾ കോരി ഒഴിക്കാൻ പോവുകയാണ്. അതാ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവർ ചൂടത്തു നിന്നും കോരി ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കൊതിച്ചയായ ഞാൻ അലുവ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് പ്രാണവേദന, എനിക്ക് വീണവേദന എന്ന് പറയാം. അങ്ങനെ അവർ നല്ല ചൂട് സഹിച്ച് ആ വെയിലത്ത് നിന്ന് പുക കൊണ്ട് ഇതാ ഇങ്ങനെ അലുവ അതിലോട്ട് ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ കാര്യം പറയണ്ടല്ലോ, എനിക്ക് തീറ്റയാണ്. അങ്ങനെ ദാ എല്ലാം വടിച്ച് സെറ്റ് ചെയ്ത് അതിലോട്ട് ഇടുകയാണ്. പക്ഷേ സുഹൃത്തുക്കളെ, നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് തിന്നുന്നതും ആ അലുവക്കഴിയും എത്രയോ ഇരട്ടിയാണെന്നറിയാമോ ചൂടോടെയുള്ള ആ അലുവ തിന്നുന്നത്. ഈ പാത്രത്തിൽ വെച്ചിരുന്ന അലുവയല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം ആ പാത്രത്തിൽ അടിയിൽ പിടിച്ചിരിക്കുന്ന ആ മൊരിഞ്ഞ അലുവയിലായിരുന്നു എൻ്റെ നോട്ടം മനസ്സിലായിട്ടുണ്ടാണെന്ന് അറിയത്തില്ല. ബെൻസിലാൽ ചേട്ടൻ ദാ ഇല എടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് വടിച്ചിടുന്നുണ്ടായിരുന്നു. അതിന് മുടിഞ്ഞ ടേസ്റ്റായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സല്ല ചേച്ചി വന്ന് ആ സെറ്റിംഗ് പാത്രം ഒന്നുകൂടെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി വേറൊരു പാത്രം എടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലാ വശത്തോട്ട് ഇളക്കുകയാണ്. എന്നാൽ മാത്രമേ നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് ആ അലുവ എത്തത്തുള്ളൂ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തുമാത്രം നെയ്യും വെളിച്ചെണ്ണയുമാണ് ആ ഇരുവശങ്ങളിലും തളം കെട്ടി കിടക്കുന്നതെന്ന്. നമ്മളത് സെറ്റ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെന്താ സുഹൃത്തുക്കളെ, ഇങ്ങനെ അത് സെറ്റായി വരുന്നുണ്ട്. ഞാനാണെ ചൂട് സാധനത്തിൽ അതിൽ കൈയിട്ട് എൻ്റെ കൈയും പുള്ളി അതിൻ്റെ ദയനീയ അവസ്ഥ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വിദഗ്ധനായ ബെൻസിലാൽ ഏട്ടൻ പറയുന്നത് ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ടാൽ അതായത് പെട്ടെന്ന് ഇളകി വരുമെന്നാണ് പറയുന്നത്. എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല, വിദഗ്ധരുടെ അഭിപ്രായമാണ്. എന്തായാലും സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ഇനി നിങ്ങളെ ഉറപ്പായിട്ടും ഒരു അലുവയുടെ ഫുൾ മേക്കിംഗ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോഴത്തേക്കും ടാറ്റാ, ബൈ ബൈ, സി യു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്